ടി വി പ്രസാദ് KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിരിക്കുന്നു. അതായത് KNR കൺസ്ട്രക്ഷൻസിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? ഇനിയുള്ള തുടർ നടപടികൾ, നീക്കങ്ങൾ എങ്ങനെയായിരിക്കും അങ്ങനെയെങ്കിൽ? ഉറപ്പായും അതായത് നടപടി സ്വീകരിക്കണമെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്ന കാര്യം ഉറപ്പാണ്. ഈ സംഭവം നടന്നതിന് പിന്നാലെ വിവിധ വിദഗ്ധന്മാർ പറഞ്ഞതനുസരിച്ചുള്ള സംഭവങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഏതാണ്ട് വ്യക്തമാണ്. അതായത് ഒരു പ്രദേശത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് റോഡ്, പാലം, കെട്ടിടങ്ങൾ തുടങ്ങിയവ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷം, അതായത് കാലാവസ്ഥ പഠിക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ആ സോയിൽ ടെസ്റ്റിലൂടെ, മണ്ണ് പരിശോധനയിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. നോർത്ത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നതെങ്കിൽ പോലും അവരെല്ലാം അതിവിദഗ്ധരുമാണ് ഇക്കാര്യത്തിൽ. പക്ഷേ ശരിയായ പരിശോധന അവിടെ നടന്നിട്ടില്ല എന്ന കാര്യം വ്യക്തവുമാണ്. ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വയലിൽ വയഡക്റ്റ്, അതായത് മേൽപ്പാലങ്ങളോ മറ്റ് തൂണുകളിലുള്ള പാലങ്ങളോ ചെയ്യുന്നതിന് പകരം മണ്ണിട്ടുയർത്തിയുള്ള നിർമ്മാണമാവുമ്പോൾ സ്വാഭാവികമായി അവിടെ മണ്ണ് പരിശോധന അടിയന്തരമാണ്. മാത്രമല്ല, അത് വയൽ എന്ന് പറയുന്നത് കുറച്ച് വെള്ളം നിന്നാൽ പോലും വളരെ എളുപ്പം ഇളകിപ്പോകാൻ സാധ്യതയുള്ള ഒരു മണ്ണാണ് ഈ വയലിലെ ചെളി എന്ന് പറയുന്നത്. അതിന്റെ മുകളിലാണ് മണ്ണ് ഡംപ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ വിദഗ്ധരായ എഞ്ചിനീയർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, അവിടെ നിന്ന് ആ പറയുന്ന വയലിന്റെ ഈ റോഡ് വരുന്ന ഭാഗത്ത് കൃത്യമായി കുഴിച്ചെടുത്ത് ആ ചെളി നീക്കം ചെയ്തുകൊണ്ട് ഒന്നിക്കിൽ സാൻഡ് പൈലിംഗ് നടത്തണം, അതല്ലെങ്കിൽ സ്റ്റോൺ പൈലിംഗ് നടത്തണം. ശ്രുതി ഇതാണ്. അതായത് ആ നിലവിലുള്ള മണ്ണിന്റെ ഉറപ്പ് പോരാ, അതുകൊണ്ട് തന്നെ നല്ല മണ്ണിട്ട് കൂടുതൽ അമർത്തുകയോ കല്ല് പോലെയുള്ള കൂടുതൽ ഉറപ്പുള്ള സംഭവങ്ങൾ വെച്ച് ഉറപ്പിക്കുകയോ വേണം. എന്നിട്ട് വേണം അതിന്റെ മുകളിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായ ഈ പ്രശ്നത്തിന്റെ കാരണം. ഇനി തീർന്നില്ല ശ്രുതി. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ മഴ കനത്ത് വരുന്നതേ ഉള്ളൂ. പരിശോധിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞത് മഴയാണ് ഇതിന്റെ കാരണം എന്നാണ്. അങ്ങനെയെങ്കിൽ മഴ കൂടുതൽ കനത്ത് വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി നമ്മുടെ വയലുകളിൽ വെള്ളം നിൽക്കും. ആ വെള്ളം നിൽക്കുന്ന സമയത്ത് അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന മണ്ണ് അത് കൂടുതൽ ഈർപ്പത്തിലേക്ക് മാറും. അങ്ങനെ ഈർപ്പത്തിലേക്ക് മാറുമ്പോൾ അത് കൂടുതൽ ഇടിഞ്ഞു താവുകയും സ്വാഭാവികമായി നമ്മൾ കൂരിയാട് കണ്ടതുപോലെ കൂടുതൽ റോഡുകൾ പൊട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. ഈ കരാറുകാരുടെ ഭാഗത്ത് നിന്ന് അതിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ്. അതായത് നിർമ്മാണത്തിൽ വലിയ അശ്രദ്ധ ഉണ്ടായി എന്ന കാര്യം വ്യക്തമാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മൾ മനസ്സിലാക്കുന്ന ശ്രുതി, രേഖകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇതിന്റെ ഡിസൈൻ തയ്യാറാക്കി എങ്ങനെ റോഡ് നിർമ്മിക്കണം എന്നത് സംബന്ധിച്ചെല്ലാം തീരുമാനമെടുത്തത് കരാർ കമ്പനിയാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സാമ്പത്തിക ലാഭം എന്നുള്ളത് പ്രാഥമികമായി കണ്ടു കാണണം. നമുക്കറിയാവുന്നതുപോലെ ഒരു വയലിൽ വയഡക്റ്റുകൾ പോലെ മറ്റ് ഫ്ലൈ ഓവറുകൾ പോലെ ഉള്ളതാണ് ചെയ്തിരുന്നുവെങ്കിൽ അത് കൂടുതൽ ബലവത്തായി നിൽക്കുമായിരുന്നു. കാരണം വയലിൽ അത്തരം വലിയ തൂണുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ആവശ്യമായ പില്ലറുകൾ അത് ശരിയായി പൈല് ചെയ്ത് മണ്ണിനകത്തേക്ക് താഴ്ത്തിയതിന് ശേഷമാണ് അവിടെ തൂണുകൾ ഉണ്ടാക്കുന്നത്. ആ തൂണുകളുടെ മുകളിലാണ് ഗർഡറുകൾ വെക്കുന്നതും അത് പിന്നീട് റോഡാക്കി മാറ്റുകയും ചെയ്യുന്നത്. അങ്ങനെയല്ലാത്ത സാഹചര്യത്തിലാണ് ഈ പറയുന്ന അപകടം മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഗുരുതരമായ ഒരു പിഴവ്. ആ പിഴവ് കരാർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായതാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്രം ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നത്. ഇനിയിപ്പോൾ വർഷകാലം വരുന്നു, അധികം വൈകാതെ തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്തുന്നു എന്ന കേന്ദ്ര കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുന്നു. ഇനി അങ്ങോട്ടേക്ക് ഈ പറയുന്ന വയലുകളിലെല്ലാം നിർമ്മിച്ച റോഡുകൾ അതിന്റെ ബലം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പരിശോധന, കൃത്യമായ സാങ്കേതിക പരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്തി അതിന് കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഇനിയും അതിന്റെ മുകളിൽ കൂടി വാഹനങ്ങൾ പോവുകയാണെങ്കിൽ കൂടുതൽ റോഡ് ഇടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ഈ കരാർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, നേരത്തെ
നേരത്തെ നമുക്കറിയാം കാസർഗോഡ് മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ 3 പാലങ്ങളാണ് തകർന്നു വീണത്. അതിൽ ഒരു പാലത്തിന്റെ NIT റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തത്. അതിൽ റിപ്പോർട്ട് സമർപ്പിച്ച എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പാലത്തിന്റെ നിർമ്മാണ സമയത്ത് വിദഗ്ധരായ തൊഴിലാളികളും എഞ്ചിനീയർമാരും ആ സ്പോട്ടിൽ ഉണ്ടായിട്ടില്ല. ഡിസൈൻ ചെയ്തതുപോലെയല്ല അത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന സപ്പോർട്ട്, തൂണിന് ബലക്കുറവുണ്ടായിരുന്നു തുടങ്ങിയ കാര്യകാരണങ്ങൾ അവിടെ വിശദീകരിച്ചിരുന്നു. ആ പഠനം നടന്നത് അവിടെ ഒരു അപകടം നടന്നതിന് ശേഷം മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ പാലം തകർന്നു വീണത് കാസർഗോഡാണ്, കൊല്ലത്ത് തകർന്നു വീണു, ആലപ്പുഴയിൽ തകർന്നു വീണു. അങ്ങനെ വിവിധ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്തെങ്കിലും സംസ്ഥാനത്ത് നിർമ്മിച്ച മറ്റ് റോഡിന്റെ ഭാഗത്തുള്ള പരിശോധന അത് കേന്ദ്ര മന്ത്രാലയം നടത്തേണ്ടതായിരുന്നു. പക്ഷേ അവർ നടത്തിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും ഇതിൽ വീഴ്ചയുണ്ട് എന്ന് കേന്ദ്രം തിരിച്ചറിയുന്നു, അതിൽ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രുതി. TV പ്രസാദ്, അതായത് ഈ ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ചയുടെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന തർക്കമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഒപ്പം ഈ ഒരു പ്രതിഷേധങ്ങൾ പലയിടത്തായി നടക്കുന്നു, പല നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇതിപ്പോൾ ഇങ്ങനെയൊരു നീക്കം, KNR കൺസ്ട്രക്ഷൻസിനെതിരായ ഈ ഡീബാർ ചെയ്തുകൊണ്ടുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്, തിടുക്കപ്പെട്ട നീക്കത്തിലേക്ക് കടക്കുന്നത് ആ ഒരു വീഴ്ച കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് കരാറെടുത്ത കമ്പനിയുടെ വീഴ്ച തന്നെയാണ്. എന്തുകൊണ്ടാണ് വീഴ്ച ഉണ്ടായത് എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. വീഴ്ച ഉണ്ടായി എന്നുള്ളത് വസ്തുത തന്നെയാണ്. മണ്ണ് പരിശോധന ശരിയായ രീതിയിൽ നടന്നിരുന്നോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ശ്രുതി, ഇതിലുള്ളത് കോടികളുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാനത്തെമ്പാടും, അതായത് തലപ്പാടിയിൽ നിന്ന് തുടങ്ങി ഇങ്ങ് കഴക്കൂട്ടം വരെ 16 സ്ട്രക്ചറുകളായി തിരിച്ചുകൊണ്ടാണ് ഈ വർക്ക് നടക്കുന്നത്. ഓരോ വർക്കും കൊടുത്തിരിക്കുന്നത് ഓരോ കമ്പനിക്കാണ്. അങ്ങ് കാസർഗോഡ് ഊരാളിങ്കിൽ നിന്ന് തുടങ്ങി ഇപ്പുറം മേഘ കൺസ്ട്രക്ഷൻസ്, KNR തുടങ്ങി ഒരുപാട് കമ്പനികൾ നിർമ്മാണം നടത്തി വരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം സാമ്പത്തിക ലാഭത്തിനൊപ്പം പെട്ടെന്ന് തീർക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ദേശീയപാതയിലെ നിർമ്മാണ വീഴ്ചയിൽ കടുത്ത നടപടി എടുത്തിരിക്കുകയാണ് കേന്ദ്രം. വിശദാംശങ്ങളാണ് TV പ്രസാദും ആദിൽ പാലോടും നൽകിയത്.